ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ടിപ്സ്. ഞാൻ അനിൽ. നമ്മളെല്ലാവരും മൊബൈലിൽ മനോഹരമായ ഫോട്ടോസ് നല്ല ക്വാളിറ്റിയിൽ എടുത്തതിന് ശേഷം സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴി അയച്ചു നൽകാറുണ്ട്. അപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെ അയക്കുമ്പോൾ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി നഷ്ടമാകുന്നത് നമ്മൾ പലരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് അങ്ങനെ ക്വാളിറ്റി നഷ്ടമാകാതെ തന്നെ നമുക്ക് എങ്ങനെ വാട്സപ്പ് വഴി നമുക്ക് ഫോട്ടോസ് അയക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനെ വീഡിയോ പൂർണ്ണമായി കാണുക. അതിന് ആദ്യം തന്നെ നമ്മുടെ മൊബൈലിൽ ഗ്യാലറിയിൽ പോയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ സൈസ് എത്രയുണ്ട്, അതിൻ്റെ റെസൊല്യൂഷൻ എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് നമ്മൾ മൊബൈലിൽ റെസൊല്യൂഷൻ നമ്മൾ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതേ രീതിയിൽ തന്നെ നമുക്കിവിടെ മോഡലിൽ നിന്ന് ഇപ്പോൾ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ റെസൊല്യൂഷൻ അറിയാൻ സാധിക്കുന്നതാണ്. അത് 5.67 MB ഉണ്ട്. അതുകൂടെ അതിൻ്റെ റെസൊല്യൂഷൻ 4608 ഇൻറ്റു 2592 ആ ഒരു ഇത് കാണാം. പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിനി ഈ പറഞ്ഞിരിക്കുന്ന ഫോട്ടോ ഒന്ന് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് എത്രമാത്രം ക്വാളിറ്റി വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആ ഫോട്ടോ ഒന്ന് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ഫോട്ടോ വാട്സപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റെസൊല്യൂഷൻ സെയിം ഫോട്ടോ തന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് സെൻഡ് ചെയ്ത് നോക്കിയാണ്. അത് സെൻഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്കതെങ്ങനെ അതിനകത്ത് ക്വാളിറ്റി വരുന്നുണ്ടോ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനതൊന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഫോട്ടോ സെൻഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിൽ നമുക്കത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇപ്പോൾ ആ ഫോട്ടോ സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമ്മൾ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് മുകളിലെ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ഇപ്പോൾ വ്യൂ ഇൻ ഗാലറി, നമുക്ക് ഗ്യാലറിയിൽ പോയി അത് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിപ്പോൾ ഗ്യാലറിയിൽ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ് സെൻഡായ ഫോട്ടോ. അതിനായിട്ട് നമ്മൾ ഡീറ്റെയിൽസിൽ പോയിട്ട് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും 151.09 KB ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതായത് 1152x648 എന്നുള്ള ലെവലിലേക്ക് ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി നഷ്ടമാകാതെ ഇത് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മളുടെ മൊബൈലിൽ ഈ കാണുന്ന ഇതിൽ തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്നതിനുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ഗ്യാലറിയിൽ നിന്നാണ് എടുത്തെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബ്രൗസ് അതർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ മൊബൈലിൽ വീണ്ടും നമ്മൾ ആ ഒരു ഫോട്ടോ, എനിക്കിവിടെ ആ ഫോട്ടോ ഞാനിവിടെ സെൻഡ് ചെയ്ത ഫോട്ടോ ഇവിടെ ഉണ്ട്. അതായത് 5.95 MB ആണ് അതിൻ്റെ സൈസ്. ആ ഫയൽ ഒന്നുകൂടി ഞാൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ സെൻഡ് കൊടുത്തു. ഓക്കെ, ഒന്ന് സെൻഡ് ആയി കഴിയുമ്പോൾ നമുക്കതിൻ്റെ സൈസിൽ എത്രയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് ആ ഫോട്ടോ സെൻഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഞാനത് അതേപോലെ തന്നെ ഗ്യാലറിയിൽ പോയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഓപ്പൺ ആയിരിക്കുന്ന ഫോട്ടോയുടെ സൈസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴുണ്ടോ ആദ്യമേ എന്തായിരുന്നു അതിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നത്, ആ ക്വാളിറ്റി തന്നെ തീർച്ചയായിട്ടും ഇവിടെ കാണാൻ സാധിക്കും. 5.67 MB ഉണ്ട്. അതുപോലെ തന്നെ 4608 ഇൻറ്റു 2592 എന്നുള്ള റെസൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റിയും, അതായത് ആ ഫോട്ടോയുടെ യാതൊരു വിധത്തിലുള്ള ക്വാളിറ്റിയും അതായത് നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇപ്പോൾ അതൊന്ന് സൂം ചെയ്ത് നോക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് അയച്ച ഫോട്ടോയുടെ ക്വാളിറ്റി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ഫോട്ടോയിൽ നമുക്ക് റെസൊല്യൂഷൻ കുറഞ്ഞു പോയ ഫോട്ടോയാണ്. ഇതുണ്ട്, നമ്മളൊന്ന് ബ്ലറായിട്ടിരിക്കുന്നുണ്ട്. ആ ഫോട്ടോ ബ്ലറായിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി നഷ്ടമായതുകൊണ്ടാണ് ആ ബ്ലറായത്. ആ ക്വാളിറ്റി നഷ്ടമാകാതെ ഈ ഫോട്ടോസ് നമുക്ക് സെൻഡ് ചെയ്യുന്നുള്ള ഓപ്ഷനാണ് കണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായതായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ബെല്ലൈക്കൺ തീർച്ചയായിട്ടും പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ ടിപ്സ് വരികയാണെങ്കിൽ, അതായത് ഇത് നിങ്ങൾ കുറേ കാലമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പോലും നിങ്ങൾക്ക് അറിയാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ്.